എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊട്ടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 10-ാം തീയതിയാണ്. സർക്കുലർ സഹിതം എടുത്തുകൊണ്ട് നമുക്ക് വായിക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷൻ ആരംഭിച്ചു എന്നുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് ഇന്ന് വൈകുന്നേരം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയ് മാസം 30-ാം തീയതി ഇന്ന് വൈകിട്ട് 5 മണി മുതലാണ് PG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 10-ാം തീയതിയാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കാം. അഫിലിയേറ്റഡ് കോളേജുകളിലെ ബിരുദാനന്തര ബിരുദ പ്രവേശനം 2025-26. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഗവൺമെൻറ് എയ്ഡഡ് ഗവൺമെൻറ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽഫ് ഫിനാൻസിങ് ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലെ 2025-26 അധ്യയന വർഷത്തെ ഏകജാലക സംവിധാനം വഴിയുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രവേശനം നേടുന്നതിനായി വിദ്യാർത്ഥികൾ ജനറൽ റിസർവേഷൻ, കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് സർവകലാശാലയുടെ സമർപ്പിക്കേണ്ടതാണ്. ഏകജാലക ഓൺലൈൻ കോട്ട ഉൾപ്പെടെ സംവിധാനം അപേക്ഷ രജിസ്ട്രേഷനുള്ള അവസാന തീയതി ജൂൺ മാസം 10-ാം തീയതിയാണ്. ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 10-ാം തീയതിയാണെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ സംബന്ധമായ വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ പോർട്ടൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ പോർട്ടലിൽ ലഭ്യമാണ്. കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് എന്നീ കോട്ടകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ആവശ്യമായ രേഖകളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിലെ പ്രത്യേകം അപേക്ഷിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ സ്പോർട്സ് കോട്ട, അത് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് സ്പോർട്സ് കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ആവശ്യമായ രേഖകളും കോളേജിൽ പ്രത്യേകം അപേക്ഷിക്കേണ്ടതാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഗവൺമെൻറ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവിടങ്ങളിലെ ഫീസ് നിരക്ക് സർക്കാർ എയ്ഡഡ് കോളേജിലെ അപേക്ഷിച്ച് കൂടുതലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഫീസ് എന്താണ്, സർക്കാർ എയ്ഡഡ് കോളേജിലെ ഫീസുകളെ അനുബന്ധിച്ച് കൂടുതലാണെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. വെയിറ്റേജ്, സംവരണാനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത വിവരങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം അഡ്മിഷൻ സമയത്ത് പ്രസ്തുത രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്സ്, അങ്ങനെ എന്തെങ്കിലും NCC പോലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക മാത്രമല്ല, അഡ്മിഷൻ ടൈമിൽ എന്ത് ചെയ്യണം, ആവശ്യമായ ഡോക്യുമെൻ്റ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ കൊടുത്ത ആനുകൂല്യങ്ങൾ, NCC, പിന്നെ അതുപോലെ തന്നെ പല ആനുകൂല്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് EWSൻ്റെ ഒക്കെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയല്ലെന്നർത്ഥം. വിദ്യാർത്ഥികൾക്ക് കോളേജുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, ദൂരം, ഹോസ്റ്റൽ സൗകര്യം മുതലായവ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് പരിശോധിച്ച ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമാകുന്ന ദൂരം, ഹോസ്റ്റൽ സൗകര്യം മുതലായവ സൗകര്യപ്രദമാകുന്ന കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതൊക്കെ നോക്കിയിട്ട് മാത്രം തിരഞ്ഞെടുക്കാനാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞത്. ഓപ്ഷൻ കൊടുത്ത കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പ്രവേശനം നേടണം. നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നിടത്ത് പ്രവേശനം ലഭിച്ചാൽ നിർബന്ധമായും പ്രവേശനം നേടണം. അല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നില്ല. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, തുടർന്ന് വരുന്ന യാതൊരു അലോട്ട്മെൻറ്റുകളിലും നിങ്ങളെ പരിഗണിക്കില്ല, നിങ്ങൾ പ്രവേശനം നേടിയില്ലെങ്കിൽ. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും കോഴ്സുകളും മാത്രം മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കണം. നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സും മാത്രം കൊടുക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജുകളിലേക്കോ സർവകലാശാലയ്ക്കോ അയക്കേണ്ട. നിങ്ങൾ അപേക്ഷ കഴിയുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ അയക്കേണ്ടതില്ല. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ച റെസീറ്റും പ്രവേശന സമയത്ത് അതാത് കോളേജിൽ ഹാജരാക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രവേശന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഹാജരാക്കിയാൽ മതി. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് 600 രൂപ ജനറൽ മറ്റ് സംവരണ വിഭാഗങ്ങൾക്കും SC ST
PWBD വിഭാഗത്തിന് 300 രൂപ. ഏകജാലക സംവിധാനത്തിലുള്ള എല്ലാ ഫീസുകളും SBI ഇ-പേ മുഖാന്തരം അടയ്ക്കേണ്ടതാണ്. അതായത് ജനറൽ മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് 600 രൂപയും SC/ST PWBD വിഭാഗങ്ങൾക്ക് 300 രൂപ SBI ഇ-പേ വഴി മുഖാന്തരം മാത്രമാണ് അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ ലഭ്യമാകും. അത് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ ലഭ്യമാവുള്ളൂ. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം കോളേജിൽ പ്രവേശനം നേടേണ്ടതുള്ളൂ. അത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും നിങ്ങൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ എന്ത് ചെയ്യേണ്ടത്? പ്രവേശനം നേടേണ്ടത്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷവും ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ സർവകലാശാല ഫീസ് മാത്രം അടച്ച് സർട്ടിഫിക്കറ്റുകൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ സമർപ്പിച്ച് താൽക്കാലിക പ്രവേശനം നേടണം. അത് നിങ്ങൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷവും നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ കോളേജുകളിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്ത് തുടരണം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിൽ സംതൃപ്തരാണെങ്കിൽ ഓരോ അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻ റദ്ദാക്കേണ്ടതാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, നിങ്ങൾക്ക് തൃപ്തിയാണ്. അങ്ങനെയെങ്കിൽ ബാക്കി 4 എന്ത് ചെയ്യണം? നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം അടുത്ത അലോട്ട്മെൻറ്റിൽ അവ പരിഗണിക്കുന്നതും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം നിർബന്ധമായും സ്വീകരിക്കേണ്ടതുമാണ്. ഉദാഹരണം നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു, ബട്ട് അതിൽ നിങ്ങൾ തൃപ്തരാണ്, നിങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോകണ്ട. പക്ഷേ നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തില്ല. അങ്ങനെയെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യും? ഹയർ ഓപ്ഷൻസ് പരിഗണിക്കുകയും ശേഷം 1നും 4നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവേശനം മാറിപ്പോകേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിശ്ചിത തീയതിക്ക് അകം സർവകലാശാല ഫീസ് നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത്, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സർവകലാശാല ഫീസ് അടയ്ക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെടും. അലോട്ട്മെൻറ്റ് തീയതി, കോളേജിൽ പ്രവേശനം എടുക്കേണ്ട തീയതി തുടങ്ങിയവ അതാത് വെബ്സൈറ്റുകളിലൂടെ സർവകലാശാല പത്രക്കുറിപ്പുകളിലൂടെയും അറിയിക്കുന്നത്. അത് അലോട്ട്മെൻറ്റ് എടുക്കേണ്ട തീയതി, അലോട്ട്മെൻറ്റ് തീയതി, കോളേജിൽ പ്രവേശനം നേടേണ്ട തീയതി തുടങ്ങിയവെല്ലാം സർവകലാശാല വെബ്സൈറ്റുകളിലൂടെ അറിയിക്കും. അന്വേഷണങ്ങൾക്ക് ഫോൺ മുഖാന്തരം മാത്രം ബന്ധപ്പെടുക. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 10-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടും അറിഞ്ഞുമൊക്കെ എന്ത് ചെയ്യുക? താല്പര്യമുള്ളവർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.